എൽ എൽ പിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്? എൽ എൽ പിയുടെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു പാർട്ണർഷിപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ആ ബിസിനസ്സിൽ എന്തെങ്കിലും അസറ്റ്സ് ഉണ്ടെങ്കിൽ ആ അസറ്റ്സ് വിറ്റിട്ടാണെങ്കിലും ആ ലയബിലിറ്റി സെറ്റിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇൻഡിവിജ്വലി ഈ പാർട്ട്നേഴ്സ് ഫണ്ട് കൊണ്ടുവന്നത് സെറ്റിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇത് സെൻട്രൽ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. കാരണം നമുക്ക് രജിസ്ട്രേഷൻ തരുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. അതേപോലെ ഇതിൻ്റെ ട്രാൻസ്പെറൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു എൽ എൽ പി ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ മുന്നോട്ടുള്ള ഫയലിങ്സ്, നമ്മൾ വർഷാവർഷം അതിന് ആനുവൽ ഫയലിങ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഫയലിങ്സിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം തന്നെ മിനിസ്ട്രിയുടെ പബ്ലിക് പോർട്ടൽ അവൈലബിൾ ആണ്. അപ്പം കമ്പനിയുടെ ഈ എൽ എൽ പിയുടെ ബേസിക് ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഗൂഗിളിൽ ചുമ്മാ മിനിസ്ട്രിയുടെ സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരാണ് ഇതിൻ്റെ പാർട്ട്നേഴ്സായിട്ട് വരുന്നത്, ഇതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മൂലധനം എത്രയാണ്, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് മിനിസ്ട്രിയുടെ സൈറ്റിൽ നിന്ന്. ഇനിയിപ്പോൾ അതല്ല, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കറിയണം, അതായത് അവർക്ക് എത്ര വിറ്റുവരവുണ്ട്, അവരുടെ ലാഭം എത്രയാണ്, അങ്ങനെയുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ മിനിസ്ട്രിയിലേക്ക് ഒരു ചെറിയ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവർ വർഷാവർഷം ഈ എൽ എൽ പി ഫയൽ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സുകളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എടുക്കുന്നതുകൊണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ആളുകൾക്ക് വിശ്വാസ്യത കൂടുകയാണ്. അതാണ് എൽ എൽ പിയും പാർട്ണർഷിപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. എൽ എൽ പിയുടെ ഡിസഡ്വാൻറ്റേജസിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഒരു മെയിനായിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ നോക്കുക. ഇപ്പം ഇന്നത്തെ കാലത്ത് പല സ്റ്റാർട്ടപ്സും ഇൻവെസ്റ്റേഴ്സിനെ നോക്കാറുണ്ട്. ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഫണ്ട് വാങ്ങിച്ചായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. അപ്പം എൽ എൽ പി ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അത് പ്രിഫർ ചെയ്യാറില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. ഇപ്പോൾ ഒരാൾക്ക് എൽ എൽ പിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ എൽ എൽ പിയുടെ പാർട്ട്ണർ ആവേണ്ടി വരും. അപ്പം നമ്മൾ ഈ പാർട്ണർഷിപ്പിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എൽ എൽ പിക്കും ഒരു എൽ എൽ പി ഡീഡുണ്ട്. ആ ഡീഡിനകത്ത് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാകും. അപ്പം ആ പാർട്ണർഷിപ്പ് ഡീഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തെ പാർട്ണറായിട്ട് കൊണ്ടുവന്നിട്ടായിരിക്കും ആ വ്യക്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മാത്രമേ ഒരാൾക്ക് എൽ എൽ പിക്കകത്ത് പാർട്ണർ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ പോലെ ജസ്റ്റ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയോ അങ്ങനത്തെ ഒരു പ്രൊവിഷനൊന്നും ഇല്ല. ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഷെയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ എൽ എൽ പിയിലില്ല. എൽ എൽ പി ആണെങ്കിലും പാർട്ണർഷിപ്പ് ആണെങ്കിലും ഇപ്പം ആദ്യം ഒരു 2 പേര് വെച്ചാണ് തുടങ്ങുന്നത് നോക്കുക, പിന്നെ 3ാമതൊരാൾക്ക് വരണം, ഇല്ലെങ്കിൽ 4ാമതൊരാൾക്ക് വരണം, ഇല്ലെങ്കിൽ ഇതിലൊരാൾക്ക് പുറത്ത് പോകണം, അതെല്ലാം പറ്റും. ഈ എൽ എൽ പിയിലാണെങ്കിലും പാർട്ണർഷിപ്പ് ഫേമിലാണെങ്കിലും ഇതെല്ലാം പറ്റും. അതിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയും ചേഞ്ചസ് അവിടെ വരുന്നു, അതൊരു പുതിയ പാർട്ണർ വരുന്നതായിക്കോട്ടെ, പോകുന്നതായിക്കോട്ടെ, ഇല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ, എന്തിതാണെങ്കിലും നമ്മൾ ആ ഡീഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. കാരണം ഈ എൽ എൽ പിയിലും പാർട്ണർഷിപ്പിലും ആ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നതാണ് അതിനകത്തൊരു മെയിൻ ഡോക്യുമെൻറ്റ്. അപ്പം ആ ഡീഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും അതിൽ വരുത്താം. പുതിയ ഒരാൾക്ക് വരാം, നിലവിലുള്ള ഒരാൾക്ക് പുറത്ത് പോകാം, എന്ത് ചേഞ്ചസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും.